കേരളത്തിലൂടെ രാമേശ്വരത്തേക്ക് ഒരു ട്രെയിൻ യാത്ര. എല്ലാ യാത്രാപ്രേമികളും ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യാത്ര. ആ ബക്കറ്റ് ലിസ്റ്റ് പൂർത്തിയാക്കാൻ ഇനി വൈകിക്കേണ്ട. കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് തുറന്നു. തിരുവനന്തപുരത്തു നിന്നും മധുര വരെ മാത്രം സർവീസ് നടത്തിയിരുന്ന അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു. ഇത് കേരളത്തിൽ നിന്നും നേരിട്ട് രാമേശ്വരത്തേക്കുള്ള ഏക തീവണ്ടിയാണ്. ട്രെയിൻ നമ്പർ 16343 തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 8:30 പുറപ്പെടുകയും അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:45 രാമേശ്വരത്ത് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ 16344 രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് രാമേശ്വരത്ത് നിന്ന് ഉച്ചയ്ക്ക് 1:30 പുറപ്പെടുകയും അടുത്ത ദിവസം രാവിലെ 4:55 തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുകയും ചെയ്യും. പ്രതിദിനം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കോട്ടയം, തൃശൂർ, പാലക്കാട്, പഴനി, ദിണ്ടിഗൽ വഴിയാണ് രാമേശ്വരത്തേക്ക് പുറപ്പെടുന്നത്. മധുര കഴിഞ്ഞാൽ 3 അധിക സ്റ്റേഷനുകളാണ് അമൃത എക്സ്പ്രസിന് ഉണ്ടാവുക. രാവിലെ 9:50 മധുരയിലെത്തുന്ന അമൃത എക്സ്പ്രസ് പിന്നീട് 12:45 രാമേശ്വരത്ത് എത്തിച്ചേരും. തിരിച്ച് രാമേശ്വരത്ത് നിന്നും ഉച്ചയ്ക്ക് 1:30 പുറപ്പെട്ട് വൈകിട്ട് 3:45 മധുരയിലും എത്തും. തിരുവനന്തപുരത്തിനും മധുരയ്ക്കും ഇടയിലുള്ള ഈ ട്രെയിനിന്റെ നിലവിലുള്ള സമയക്രമത്തിൽ മാറ്റമുണ്ടാകില്ല. 4 ജനറൽ കോച്ചുകളും 12 സ്ലീപ്പർ കോച്ചുകളും 3 AC 3 ടയർ കോച്ചുകളും 2 ഫസ്റ്റ് AC സെക്കൻഡ് AC കോച്ചുകളുമാണ് ഈ ട്രെയിനിലുള്ളത്. തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് 16 മണിക്കൂറോളമാണ് ട്രെയിനിന്റെ യാത്രാ ദൈർഘ്യം. പാമ്പൻ പാലം തുറക്കുന്നതോടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടുമെന്ന് മുൻപ് റെയിൽവേ അറിയിച്ചിരുന്നു. പാലത്തിന്റെ ഉദ്ഘാടനം വൈകിയതുകൊണ്ടാണ് സർവീസും നീണ്ടുപോയത്. മംഗളൂരുവിൽ നിന്നും രാമേശ്വരത്തേക്ക് രാമേശ്വരം വീക്കിലി എക്സ്പ്രസ് ട്രെയിൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ ജംഗ്ഷൻ വഴി നീളുന്ന ട്രെയിൻ പക്ഷേ നിലവിൽ ഇതുവരെ സർവീസ് ആരംഭിച്ചിട്ടില്ല. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ടൊരു തീവണ്ടി സർവീസ് നടത്തുന്നത്.